കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BBAയുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇത് 2 മാർക്കിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ഈസ് ജോബ് ഡിസ്ക്രിപ്ഷൻ? ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ എന്തൊക്കെയാണ് ചുമതലകൾ വരുന്നത്, അല്ലെങ്കിൽ കടമകൾ വരുന്നത്, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് എന്താണ് വരുന്നത് എന്നൊക്കെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് വരുന്ന ഡ്യൂട്ടീസ് എന്തായിരിക്കും? പുതിയ കസ്റ്റമേഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവരായിട്ടുള്ള ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ കസ്റ്റമേഴ്സായിട്ടുള്ള ബന്ധം നിലനിർത്തുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സെയിൽസ് എക്സിക്യൂട്ടീവിന് വരിക. അപ്പോൾ ഓരോ ജോലി ചെയ്യുന്നവർക്കും അവരെ ജോലിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. എന്താണ് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും, അതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. A job description is a detailed written statement that explains the task, duty, responsibilities, reporting, structure, and working conditions of a specific job. It clarifies what the job entails. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പെർഫോമൻസ് അപ്രൈസൽ? ഈ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ക്വസ്റ്റ്യൻ ഡിഫൈൻ പെർഫോമൻസ് അപ്രൈസൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു വ്യക്തി പറഞ്ഞ ഒരു ഡെഫിനിഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ള ഒരു കഥ പോലെ നോക്കുക. ഒരു മാനേജർ അയാളുടെ കമ്പനിയിലുള്ളൊരു വർക്കറുമായിട്ട് വർഷത്തിലൊരിക്കലൊരു മീറ്റിംഗ് നടത്തും. എന്നിട്ട് മീറ്റിംഗ് നടത്തിയിട്ട് ആ ജോലിയെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യും. അതായത് എങ്ങനെയൊക്കെയാണ് ടൈമിനുള്ളിൽ നിങ്ങളെല്ലാം കാര്യങ്ങൾ ചെയ്തോ, അതേപോലെ തന്നെ പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടുവോ, അങ്ങനെ ടീമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തോ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ എന്ത് ചെയ്യും, ഒരു ചർച്ചയൊക്കെ നടത്തിയിട്ട് അവസാനം ഈ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് വേണ്ടിയിട്ട് ഒരു റേറ്റിംഗ് നൽകും. അയാൾക്ക് റേറ്റിംഗ് നൽകിയിട്ട് അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യും, അയാളുടെ ലക്ഷ്യങ്ങളൊക്കെ നിശ്ചയിച്ചു കൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രൊസീജിയറിനെയാണ് എന്തെന്ന് പറയുന്നത്, പെർഫോമൻസ് അപ്രൈസൽ. Performance appraisal is a systematic and periodic process of evaluating an employee's job performance and productivity in relation to their job requirements. It provides feedback to the employee, identifies their strength and weakness, and helps in making decisions about promotions, raises, and training needs. ഇനി ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു സ്കോട്ട്, ക്ലോതിയർ ആൻഡ് സ്പീഗൽ, പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ് ഓഫ് എ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് റിക്വയർമെൻറ്റ്സ്. ഇനി അടുത്തതാണ്, വാട്ട് ഈസ് HR ഇൻഫർമേഷൻ സിസ്റ്റം? HR ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ്. എന്തിനു വേണ്ടിയിട്ട്? അവിടെ എംപ്ലോയീസ് ലീവ് എടുത്തിട്ടുണ്ടാവും, അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ലീവ് എടുത്തതിൻ്റെ ആപ്ലിക്കേഷൻസ് ട്രാക്ക് ചെയ്യാനുള്ളത്, അതേപോലെ തന്നെ അവർ ശമ്പളങ്ങൾ കൊടുത്തതിൻ്റെ പേറോൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവരെ പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ടാവുമല്ലോ സ്റ്റാഫുകളുടെ. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് HR information system. An HR information system is a software application or a technology solution used by the HR department to manage, store, and process employee data and HR related policies or procedures. ഇനി വാട്ട് ഈസ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നതിന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു രീതിയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മാനുഫാക്ചറിങ് പ്ലാന്റിൽ കൊണ്ടുപോയിട്ട് ട്രെയിനീസിന് എന്ത് ചെയ്യും, പുതിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ സ്പെഷ്യലായിട്ട് കൊടുക്കും. A vestibule training is an off-the-job training method where employees learn job skills in a simulated work environment that is separate from the actual production area. It's used primarily for jobs that involve complex machinery or processes, allowing trainees to practice without the pressure of the real workplace or the risk of damaging expensive equipment. അപ്പോൾ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ട്രെയിനീസിനെ കൊണ്ടുപോയിട്ട് ചെയ്യുന്ന ട്രെയിനിങ്ങിനെയാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ്, വാട്ട് ഈസ് ടൈം വേജ് സിസ്റ്റം? ടൈം വേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ചിട്ട് കാശ് കൊടുക്കുന്നതിനെയാണ് ടൈം വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു ജോലിക്കാരന് അവർ ജോലി ചെയ്യുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അത് ചിലപ്പോൾ മണിക്കൂറുകളാവാം, ദിവസമാവാം, അല്ലെങ്കിൽ ഒരു മാസമാവാം, അങ്ങനെ ശമ്പളം നൽകുന്ന ഒരു രീതിയാണ് ടൈം വേജ് സിസ്റ്റം. Time wage system is a method of compensation where an employee is paid based on the amount of time spent on working. Example, per hour, day, week or month. It is regardless of the quantity of output or the work they produce. ഇനി അടുത്തതാണ്, വാട്ട് ഈസ് സെലക്ഷൻ?
സെലക്ഷൻ എന്ന് പറഞ്ഞൊരു കഥ പോലെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ നടന്നതിന് ശേഷം അവിടുത്തെ പൊസിഷൻ മാർക്കറ്റിംഗ് മാനേജറിന് വേണ്ടിയിട്ടാണ് ഒരു ഇൻ്റർവ്യൂ നടന്നത്. അപ്പോൾ HR ടീം എന്ത് ചെയ്യും, അവിടെ വന്ന് ഇൻ്റർവ്യൂ പോയ കാൻഡിഡേറ്റ്സിനൊക്കെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഫൈനലി അവർ സെലക്ട് ചെയ്യും ഒരു പേഴ്സണിനെ. എങ്ങനെയുള്ള പേഴ്സണിനെ? അവരെ സ്കിൽസും എക്സ്പീരിയൻസും അതിനൊക്കെ മാച്ചായിട്ട് നിൽക്കുന്ന ഒരാളെയാണ് സെലക്ട് ചെയ്യുക. അതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. Selection is the process of choosing the most suitable candidate from a pool of applicants to fill a job vacancy in an organization. It is usually a multi-step process involving screening, tests, interviews and reference checks. ഇനി അടുത്തതാണ് വാട്ട് ആർ ദ ഓൺ ദ ജോബ് ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്. ഓൺ ദ ജോബ് എന്ന് പറഞ്ഞാൽ ജോലിയിലിരിക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാനേജർ അയാളുടെ സാധാരണ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ അയാൾ എന്ത് ചെയ്യും, ട്രെയിനിങ് കൊടുക്കും. എന്നിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ആ ഒരു രീതിയാണ് ഓൺ ദി ജോബ് ടെക്നിക് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീനിയർ മാനേജർ എന്ത് ചെയ്യും, തൻ്റെ ജൂനിയർ മാനേജർക്ക് അയാളുടെ ജോലികളിലും കഴിവുകളിലൊക്കെ ഒരു ഉപദേശം, ഒരു അഡ്വൈസും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളൊരു അഡ്വൈസൊക്കെ കൊടുക്കും. ഇതിനെയാണ് പറയുന്നത് ഓൺ ദി ജോബ് ടെക്നിക്. On the job management technique is the technique which is used to train and develop managers while they are actively working in their normal job setting. For example, coaching or mentoring. A senior manager guides and advises a junior manager on specific tasks and skills. ഇനി അടുത്തതാണ് വാട്ട് ഇസ് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ കോമ്പൻസേഷൻ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബേസിക്കായിട്ടുള്ള സാലറി ഇപ്പോൾ ഒരു 8 ലക്ഷം രൂപ പെർ ഇയർ, ഒരു കൊല്ലത്തിൽ അയാൾക്ക് അത് കിട്ടും. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും, ഫ്രീ ജിമ്മ് മെമ്പർഷിപ്പ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ പേ ചെയ്തിട്ടുള്ള വെക്കേഷൻ, അതായത് അയാൾ വരാത്ത ദിവസങ്ങളിൽ പേയ്മെൻറ്റും ഉണ്ടാവും. വെക്കേഷൻ എടുത്തു പോയാലും പേയ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലായിട്ടുള്ള റിവാർഡ്സിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. Compensation refers to the total financial and non-financial rewards an employee receives in exchange for their work. It includes direct pay like salary, wages, bonuses, and indirect benefits like health insurance, paid leave, retirement plans, etc. ഇനി അടുത്തതാണ് വാട്ട് ഇസ് TPO. TPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. അതായത് ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ, പുറത്തേക്ക് കൊടുക്കുക. പുറത്തേക്ക് കൊടുത്തിട്ടുള്ളൊരു ട്രെയിനിങ് ആണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വലിയൊരു ബാങ്ക്, ആ ബാങ്കിൽ എന്തായാലും അവിടുത്തെ സ്റ്റാഫുകൾക്ക് എന്ത് വേണം, നിർബന്ധമായിട്ടുള്ള കുറേ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ തന്നെ ഈ ബാങ്കിലത്തെ ഉദ്യോഗസ്ഥർ തന്നെ ട്രെയിൻ ചെയ്യാണ്ട് പകരം അവരിപ്പോൾ പുറത്തേക്ക് ഓൺലൈൻ പോർട്ടൽ സിസ്റ്റം വഴിയുള്ള ട്രെയിനിങ് സെഷൻ വെക്കും, അല്ലെങ്കിൽ വേറെ പുറത്തേക്ക് കൊടുത്തിട്ടുള്ള ട്രെയിനിങ് സെഷനൊക്കെ വെക്കൂലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു പ്രൊസീജിയറിനെയാണ് പറയുന്നത് എന്തെന്ന്, ട്രെയിനിങ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് company hiring an external provider to manage and execute all part of its employee training and development functions. എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ ബാങ്കിൻ്റെ എക്സാമ്പിൾ, അതായത് പുറത്തേക്ക് ഒരു വേറൊരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യും, ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കും. അവർ തന്നെ എന്ത് ചെയ്യും, ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കും. അതിനെയാണ് TPO എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് വാട്ട് ഈസ് HR ഓഡിറ്റ്. ഓഡിറ്റ് ചെയ്യാന്ന് എന്താ, ഒരു പരിശോധന നടത്തുക അല്ലേ. ഇത് കൊല്ലത്തിൽ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ അവരെന്ത് ചെയ്യും, എല്ലാ ജീവനക്കാരുടെ രേഖകളൊക്കെ ഒന്ന് നോക്കും. അതായത് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ, ശരിയായ ശമ്പളങ്ങൾ കൊടുക്കുന്നുണ്ടോ, എല്ലാം അതായത് നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണോ ആ കമ്പനിയിലത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൂടി ഒന്ന് ചെക്ക് ചെയ്യണതിനാണ് എന്തെന്ന് പറയുന്നത്, HR ഓഡിറ്റ്. HR audit is a systematic and comprehensive review of an organization's HR policies, procedures, documentation and systems. The goal is to check for legal compliance and evaluate operational effectiveness. Audit to ensure all employee personnel files are complete, current and compliant with privacy laws, and that the payroll system is accurately calculating minimum wages and overtime. ഇനി അടുത്തത് വാട്ട് ഈസ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വെരി ഈസിയാണ്. അതായത് ഒരു ജീവനക്കാരനെ ഒരു സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഷിഫ്റ്റ് ചെയ്യണതിന്, അതായത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്ന ഒരു പ്രൊസീജിയറിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്.
Transfer is the lateral movement of an employee from one job, department, shift, or location to another within the same organization. It involves a change in position, but usually no change in salary, status, or responsibilities. അതായത് ഇങ്ങനെ ട്രാൻസ്ഫർ നടത്തിയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാലറിയോ അല്ലെങ്കിൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ചുമതല റെസ്പോൺസിബിലിറ്റീസിനൊന്നും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരില്ല. അപ്പോൾ അതാണ് ട്രാൻസ്ഫർ. For example, a marketing executive is moved from the Delhi office to Mumbai office to fill a vacant position there, while their job title, salary and responsibilities remain the same. ഇതാണ് എക്സാമ്പിൾ. ഇനി അടുത്തതാണ് വാട്ട് ഈസ് പ്ലേസ്മെൻറ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് പ്ലേസ്മെൻറ്റ്. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ്. പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരാൾ ജോലി ചെയ്തിട്ട് അയാളെ പ്രത്യേകം ഒരു ജോലിക്കായിട്ട് നിയമിക്കുന്നതിനെയാണ് എന്തെന്ന് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണത്? അതായത് അയാൾക്ക് കൂടുതൽ കഴിവുകളുണ്ടാവും. അപ്പോൾ ആ കഴിവുകൾക്ക് അനുസരിച്ചിട്ടുള്ള ജോലി കൊടുക്കുന്നു. അതേപോലെ തന്നെ ഈ ജീവനക്കാർ ജോലിയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് റിഡ്യൂസ്ഡ് ടേൺ ഓവർ എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളൊരു വ്യക്തി അവരുടെ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീമിൽ നിയമിക്കണം. അതായത് ഒരു IT കമ്പനിയിൽ അവിടെ ഏറ്റവും എക്സലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം, ആ ടീമിലേക്ക് എടുക്കുന്നത്. ഇതിനാണ് പറയുക പ്ലേസ്മെൻറ്റ്. എ പ്ലേസ്മെൻറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് അസൈനിങ് എ സ്പെസിഫിക് ജോബ് ടു ദി സെലക്റ്റഡ് കാൻഡിഡേറ്റ് ആഫ്റ്റർ ദേ ഹാവ് ജോയിൻഡ് ദി ഓർഗനൈസേഷൻ. ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ലൈസ് ഇൻ എൻഷുർ ദാറ്റ് റൈറ്റ് പേഴ്സൺ ഇസ് അസൈൻഡ് ടു ദി റൈറ്റ് ജോബ്, which leads to increased efficiency and productivity, higher employee morale and satisfaction, reduced employee turnover. അതായത് എംപ്ലോയീസ് പെർഫോം ചെയ്യുന്ന കാര്യം അവരുടെ സ്കില്ലായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളതും, പിന്നെ അതേപോലെ തന്നെ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അയാൾക്കൊരു ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളൊരു ഫീൽ കിട്ടും. പിന്നെ അതേപോലെ തന്നെ ജോലിയിൽ നിന്ന് ജീവനക്കാർ ഇട്ടിട്ട് പോണ ഒരു പ്രശ്നം അതിനും ഒരു സൊല്യൂഷനാവും. ഇനി അടുത്തതാണ് വാട്ട് ഈസ് ജോബ് റൊട്ടേഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ട്രെയിനി എന്ത് ചെയ്യും, 3 മാസം അയാൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യും, പിന്നത്തെ 3 മാസം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യും, പിന്നത്തെ ഫൈനലി 3 മാസം എവിടെയും വർക്ക് ചെയ്യും, ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇതെന്തിന് ഹെൽപ്പ് ചെയ്യും? മൊത്തത്തിൽ ആ ബിസിനസ് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം അയാൾക്ക് ആ ട്രെയിനിക്ക് പിടുത്തം കിട്ടും. അതിനു വേണ്ടിയാണ് ഈ ജോബ് റൊട്ടേഷൻ ചെയ്യുന്നത്. ജോബ് റൊട്ടേഷൻ ഈസ് ദ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ടെക്നിക് വെർ എൻ എംപ്ലോയി ഈസ് പീരിയോഡിക്കലി മൂവ്ഡ് ഫ്രം വൺ ജോബ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ടു അനദർ, യൂഷ്വലി ഫോർ എ ഷോർട്ട് പ്രീ ഡിറ്റർമൈൻഡ് ഡ്യൂറേഷൻ. ദ മൂവ്മെൻറ്റ് ഈസ് ടിപ്പിക്കലി ലാറ്ററൽ. ലാറ്ററൽ എന്ന് പറഞ്ഞാൽ സെയിം പേയ്മെൻറ്റ് അല്ലെങ്കിൽ സെയിം സ്റ്റാറ്റസ് തന്നെയായിരിക്കും. ഇനി വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയി കോമ്പൻസേഷൻ? മാർക്കറ്റ് റേറ്റ്സ്, കമ്പനി ബഡ്ജറ്റ്, ജോബ് റിക്വയർമെൻറ്റ്സ്, എംപ്ലോയി പെർഫോമൻസ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്, ഗവൺമെൻറ് റെഗുലേഷൻസ്, കോസ്റ്റ് ഓഫ് ലിവിങ്, കമ്പനി കൾച്ചർ, എംപ്ലോയി എക്സ്പെക്റ്റേഷൻസ്. അതായത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് എംപ്ലോയി കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത്? മാർക്കറ്റ് റേറ്റ്സ്, അതേപോലെ തന്നെ കമ്പനിക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും, സാലറിയും ബെനിഫിറ്റ്സും അത് പ്രകാരം. പിന്നെ അതേപോലെ തന്നെ ജോബ് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്കിൽസ്, ക്വാളിഫിക്കേഷൻസ്, അതൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട്. അതേപോലെ തന്നെ എംപ്ലോയിയുടെ പെർഫോമൻസ്, അതായത് ജോലിക്കാരൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട്. പിന്നെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്, അതേപോലെ തന്നെ ഗവൺമെൻറ് റെഗുലേഷൻസ്, ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമങ്ങളൊക്കെ ഉണ്ടാവില്ലേ, മിനിമം വേജസ്. പിന്നെ അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ്, അതായത് എംപ്ലോയി എവിടെയാണുള്ളത് അയാൾക്ക് ആവശ്യമുള്ള ജീവിക്കാനുള്ള ഒരു കോസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ബേസ്ഡ്. പിന്നെ അതേപോലെ തന്നെ കമ്പനിയുടെ കൾച്ചർ അനുസരിച്ചിട്ട്. അതേപോലെ തന്നെ എംപ്ലോയിക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ, ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, എന്താണ് നമുക്ക് കോമ്പൻസേഷൻ കിട്ടാന്നുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഇത്തരം ഫാക്ടേഴ്സാണ് കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് എ ബോണസ്. ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു റിവാർഡായിട്ട് കൊടുക്കുന്നതിനാണ് ബോണസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ശമ്പളത്തിന് പുറമെ കൊടുക്കുന്നതാണ്, ശമ്പളമായിട്ടല്ല, അത് ഗിഫ്റ്റ് പോലെ കൊടുക്കുന്നതാണ് ബോണസ്. എ ബോണസ് ഇസ് എ ടൈപ്പ് ഓഫ് അഡീഷണൽ പേയ്മെൻറ്റ് മെയ്ഡ് ടു എംപ്ലോയീസ് യൂഷ്വലി ആസ് എ റിവാർഡ് ഫോർ ദെയർ പെർഫോമൻസ്, അച്ചീവ്മെൻറ്റ്സ് ഓർ കോൺട്രിബ്യൂഷൻസ് ടു ദി ഓർഗനൈസേഷൻ. ബോണസ് കിട്ടാന്ന് കേട്ടിട്ടില്ലേ? ഓണം ബോണസ് അല്ലെങ്കിൽ വേറെ പല ടൈപ്പ് ഓഫ് ബോണസ് കിട്ടുക. അപ്പോൾ ഒരു എക്സ്ട്രാ ഗിഫ്റ്റ്, ഒരു പേയ്മെൻറ്റ് പോലെയാണ് ബോണസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സെറ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഈസ് HRM എ കോംപ്ലെക്സ് ഫങ്ഷൻ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ഫങ്ഷനായി മാറുന്നത്?
എന്തുകൊണ്ടാണ് ഇത് ഇത്ര കോംപ്ലക്സ് ആവുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ HR മാനേജ് ചെയ്യുന്നത് എന്താണ്? ആളുകളെയാണ്. അതായത് ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനക്കാരെ, എംപ്ലോയീസിനെ നിയമിക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് ശമ്പളം കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക, പിന്നെ അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിയമപരമായിട്ടാണോ പാലിക്കണമെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യണത്. ഈ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ പല ഇമോഷൻസ് ആയിരിക്കും, പല ടൈപ്പ് ആളുകളായിരിക്കും. അപ്പോൾ എല്ലാം ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് HRM ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. HRM ഈസ് എ കോംപ്ലക്സ് ബിക്കോസ് ഇറ്റ് ഡീൽസ് വിത്ത് പീപ്പിൾ ആൻഡ് പീപ്പിൾ ആർ അൺപ്രഡിക്റ്റബിൾ. ഒട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് മാനേജിങ് മെഷീൻസ് ഓർ മണി വിച്ച് ഫോളോ സെറ്റ് ഓഫ് റൂൾസ്. HRM ഇൻവോൾവ്സ് ബാലൻസിങ് ദ നീഡ്സ് ഓഫ് എംപ്ലോയീസ് വിത്ത് ദ നീഡ്സ് ഓഫ് ദി കമ്പനി which wants productivity and profit and following all the laws. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ അതൊരു ബഡ്ജറ്റിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമില്ല. അയാൾക്ക് അർഹിക്കുന്ന സ്കില്ലിനുള്ള, അയാളുടെ ബുദ്ധിയും സ്കില്ലിനനുസരിച്ചിട്ടുള്ള, അതേപോലെ തന്നെ മാർക്കറ്റ് റേറ്റിൻ്റെ, അതേപോലെ തന്നെ കമ്പനിയുടെ പോളിസിന്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻവോൾവ് ചെയ്തിട്ടാണ് ഒരു എംപ്ലോയിയുടെ സാലറി ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാലൻസിങ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ HRM എന്താണ്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ദി പർപ്പസസ് ആൻഡ് യൂസസ് ഓഫ് ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? ജോബിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദ മെയിൻ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ് ഈസ് ടു കളക്ട് ദി ഇൻഫർമേഷൻ അബൌട്ട് ദി ജോബ്. ദിസ് ഇൻഫോ ഈസ് യൂസ് ടു ക്രിയേറ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻസ്, ഡിസൈഡ് ഹൗ മച്ച് ടു പേ, ഐഡൻറ്റിഫൈങ് training needs, select the right person for the job and evaluate performance. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ജോബ് ഡിസ്ക്രിപ്ഷൻ? A job description is a written statement that clearly explains the duties, responsibilities, reporting relationships and working conditions of a specific job. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സെയിൽസ് മാനേജറിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തായിരിക്കും? അതായത് അയാൾക്കൊരു സെറ്റ് ഓഫ് ഡ്യൂട്ടീസ് ഉണ്ടാവും. അതായത് 10 പേരുള്ള ടീമിനെ മാനേജ് ചെയ്യുക, അതേപോലെ തന്നെ മന്ത്ലി ടാർഗറ്റ് മീറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഹെഡിനോട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ഡിസ്ക്രിപ്ഷൻ അയാളുടെ ജോബിലുണ്ടാവും. അപ്പോൾ അതുപോലെ ഓരോ ആളുകൾക്കും ഓരോ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതിനാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ റിട്ടൺ ഡോക്യുമെൻറ്റ് ഡീറ്റെയിലിംഗ് ദി ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് റിപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഓഫ് എ സ്പെസിഫിക് ജോബ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഔട്ട്സോഴ്സിങ്? ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഔട്ട്, പുറത്തുള്ള ആളുകളെ, ഒരു തേർഡ് പാർട്ടിയെ ഹയർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നതിനാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്? ഔട്ട്സോഴ്സിംഗ് ഈസ് ഹയറിംഗ് ആൻ എക്സ്റ്റേണൽ കമ്പനി ഓർ പേഴ്സൺ ടു പെർഫോം ടാസ്ക്സ് ഓർ സർവീസ് ദാറ്റ് വർ ട്രഡീഷണലി ഡൺ ഇൻസൈഡ് ദി കമ്പനി. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്? കോസ്റ്റ് സേവിങ്സ്, ഫോക്കസ് ഓൺ കോർ ബിസിനസ്, ആക്സസ് ടു എക്സ്പെർട്ടൈസ്, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. ഇപ്പോൾ കോസ്റ്റ് സേവിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓഫീസിൻ്റെ ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് അതിനായിട്ടൊരു ജോലിക്കാരനെ കൊണ്ടുവന്ന് വെക്കേണ്ട ആവശ്യമില്ല. പുറത്തുനിന്ന് ഒരാൾ ഔട്ട്സോഴ്സ് ചെയ്ത് ഹയർ ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശ് ലാഭിക്കാം. അതേപോലെ തന്നെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ, പുറത്തുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. അതുപോലെ തന്നെ ബിസിനസ്സിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ എഫിഷ്യൻ്റായിട്ട് നടക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് ദി ജോബ് ഡിസ്ക്രിപ്ഷൻ? എന്തൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷനിലത്തെ കമ്പോണൻസ്? ജോബിൻ്റെ ടൈറ്റിൽ, അതാണ് ഫസ്റ്റ് വരുന്നത്. അതായത് എന്താണ് ജോലി, ജോബിൻ്റെ സമ്മറി അല്ലെങ്കിൽ ഈ ജോലി കൊണ്ടുള്ള പർപ്പസ്, പിന്നെ അതേപോലെ തന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ക്വാളിഫിക്കേഷൻസ്, റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ, വർക്കിംഗ് കണ്ടീഷൻസ്. ഇതൊക്കെയാണ് കമ്പോണൻസ് ഓഫ് ദി ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ്? റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് വളരെ യോഗ്യരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുന്ന ഒരു പ്രൊസീജിയറിനെയാണ് റിക്രൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ വഴിയൊക്കെ പരസ്യങ്ങൾ നൽകുന്നതൊക്കെ എന്താണ്, റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. Recruitment is the process of searching for and attracting suitable candidates to apply for job vacancies in an organization. It's the step before selection. ഇനി അടുത്തത്, വാട്ട് ഈസ് ഇൻഡക്ഷൻ ട്രെയിനിങ്? ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ വർക്കേഴ്സിനെ, എംപ്ലോയീസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിയുടെ നിയമങ്ങൾ, അവിടുത്തെ കൊളീഗ്സ്, സഹപ്രവർത്തകർ, ജോലി എന്താണ്, ഇതൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് കൊടുക്കുന്നതാണ് എന്ത്, ഇൻഡക്ഷൻ ട്രെയിനിങ്. അതായത് ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം തന്നെ, ആദ്യത്തെ ദിവസം തന്നെ ഓഫീസും മെഷീനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് ഇൻഡക്ഷൻ ട്രെയിനിങ്.
Induction training is the first formal training given to a new employee to introduce them to the company's culture, policies, colleagues, and the basics of their job role. ഇനി അടുത്തതാണ് വാട്ട് ഈസ് ബ്രെയിൻ സ്റ്റോമിങ്. ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ട് അതായത് വിമർശനങ്ങളൊന്നുമില്ലാണ്ട് ധാരാളമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു രീതിയാണ്. അവർ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ കാണും, അതുപോലെ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലോ ജഡ്ജ് ചെയ്യലോ ഒന്നുമില്ല. വളരെ അടിപൊളിയായിട്ട് ചെയ്യുന്നൊരു പ്രക്രിയയാണ് ബ്രെയിൻ സ്റ്റോമിങ്. ബ്രെയിൻ സ്റ്റോമിങ് ഈസ് എ ഗ്രൂപ്പ് ക്രിയേറ്റിവിറ്റി ടെക്നിക് യൂസ് ടു ജനറേറ്റ് എ ലാർജ് നമ്പർ ഓഫ് ഐഡിയാസ് ടു സോൾവ് എ സ്പെസിഫിക് പ്രോബ്ലം. ദ മെയിൻ റൂൾ ഇസ് ടു എൻകറേജ് all ideas and postpone criticism until all ideas are collected. ഇനി അടുത്തതാണ് വാട്ട് ഈസ് ട്രെയിനിങ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശീലനം കൊടുക്കുക. എന്താണ് പരിശീലനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതായത് ആ സ്റ്റാഫുകളെ, വർക്കേഴ്സ്, എംപ്ലോയീസിന് എന്ത് ചെയ്യും? ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു മെഷീൻ യൂസ് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ അവരിലുള്ള സ്കിൽസ് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ പലതരത്തിലും ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ ട്രെയിനിങ് ഇസ് എ process of improving an employee's knowledge, skills and abilities to help them perform their current job better. It is a short term and job specific. Example, a new bank teller is given 2 weeks of training to how to use the bank software system, how to handle cash accurately and how to deal with customer complaints. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MBO. MBOയുടെ സവിശേഷതകൾ എന്താണ്? MBO എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ. അതായത് MBOയിൽ ജീവനക്കാരും മാനേജർമാരും ഇവർ ചേർന്ന് കൂടിയിട്ട് ഒരു ലക്ഷ്യങ്ങൾ നിശ്ചയിക്കും. ഒരു ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ള ആ ഒരു ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിട്ട് അതിലേക്ക് അവർ എത്തുകയും ചെയ്യും. അതാണ് MBO എന്ന് പറഞ്ഞാൽ. അവരൊരു ടൈം പീരീഡ് കണക്കാക്കിയിട്ടുണ്ടാവും, എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ ഗോൾ അച്ചീവ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഈസ് എ സിസ്റ്റം വെർ മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് കൊളാബറേറ്റീവ്ലി സെറ്റ് സ്പെസിഫിക് മെഷറബിൾ ഗോൾസ്, എസ്റ്റാബ്ലിഷ് എ ടൈം പീരീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ആൻഡ് പീരിയോഡിക്കലി റിവ്യൂ പ്രോഗ്രസ്. ഇനി അടുത്തതാണ് എക്സ്പ്ലെയിൻ ദ വേരിയസ് മോഡ്സ് ഓഫ് കോമ്പൻസേഷൻ. ഫസ്റ്റ് കോമ്പൻസേഷൻ എന്താ? ഇറ്റ് റെഫേഴ്സ് ടു ദി റിവാർഡ്സ് എംപ്ലോയി റിസീവ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ദെയർ വർക്ക്. അതായത് ഗിഫ്റ്റ് രൂപത്തിലോ ഒക്കെ കിട്ടുന്നൊരു റിവാർഡാണ് എന്ത്? കോമ്പൻസേഷൻ. അതിന് ഡിഫറെൻറ്റ് മോഡ്സ് എന്താ? ഡയറക്റ്റ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുണ്ട്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ സാലറി ആയിട്ടും, ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഫിനാൻഷ്യലായിട്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി അടുത്തതാണ് വാട്ട് ഈസ് ഗ്രീൻ HRM. ഗ്രീൻ എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ അതിൽ സസ്റ്റൈനബിലിറ്റി, അതായത് പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് എക്കോ ഫ്രണ്ട്ലി, എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി, സസ്റ്റൈനബിലിറ്റി അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന HRM ആണ് ഗ്രീൻ HRM. ഗ്രീൻ HRM ഇസ് ദ യൂസ് ഓഫ് HR പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് പ്രൊമോട്ട് സസ്റ്റൈനബിലിറ്റി ആൻഡ് എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലിനെസ് വിതിൻ ദി ഓർഗനൈസേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻവയൺമെൻറ്റൽ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുക, അതായത് നല്ലോണം പേപ്പർ സേവ് ചെയ്യുക, എനർജി സേവ് ചെയ്യുക, അതിലൊക്കെ കോൺഷ്യസ് ഉള്ള ഒരാളെ സെലക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു HRM ഗ്രീൻ HRM ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ സം ബെനിഫിറ്റ്സ് ഓഫ് സ്ട്രാറ്റജിക് HRM, അതായത് SHRM. SHRM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു കഥ പോലെ പറഞ്ഞു പോവുക. രണ്ടുപേര് സാറയും മേരിയും, അവർ രണ്ടുപേരും കോഫി ഷോപ്പിൻ്റെ ഓണറാണ്. ഓക്കെ, അപ്പോൾ ഈ മേരി ചെയ്യുന്നത് എന്താണ്? നോൺ സ്ട്രാറ്റജിക് HRM ആണ്. എന്താണ്? അതായത് ആരെങ്കിലും പെട്ടെന്ന് തന്നെ ഹയർ ചെയ്ത് ജോലിക്ക് വെക്കും. അവർക്ക് വലിയ ട്രെയിനിങ് ഒന്നും കൊടുക്കില്ല, ചെറിയൊരു ട്രെയിനിങ് കൊടുക്കും. എങ്ങനെയാണ് ക്യാഷൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത്, എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ ചെറിയൊരു ശമ്പളമൊക്കെ ആയിരിക്കും കൊടുക്കുക. ഒന്നും വലിയ പ്രീമിയം ആയിട്ടുള്ള ലെവലൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ കസ്റ്റമർ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ അടുത്ത ആളെ മാറ്റി വീണ്ടും അടുത്ത ആളെ വെക്കും. അപ്പോൾ എക്സ്ട്രാ കോസ്റ്റ് വരും. അങ്ങനെ ഒരു നോൺ സ്ട്രാറ്റജിക് ആയിട്ടാണ് മേരിയുടെ കോഫി ഷോപ്പ് പോകുന്നത്. ഇനി സാറയുടെയിലേക്ക് വരികയാണെങ്കിലോ, സാറയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ബരിസ്ത, അതായത് കോഫി ഉണ്ടാക്കുന്ന ആളെ വെക്കുകയും അതേപോലെ തന്നെ നല്ല വേജസ് ശമ്പളം കൊടുക്കും. അതേപോലെ തന്നെ കസ്റ്റമറിൻ്റെ നിന്ന് പോസിറ്റീവ് റിവ്യൂസ് എടുക്കും. അതേപോലെ തന്നെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സാറ് ഫോക്കസ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നൊക്കെ അറിഞ്ഞ് പഠിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിനാണ് സാറുടെ കോഫി ഷോപ്പ്. അപ്പോൾ ഇത് രണ്ടുമാണ് സ്ട്രാറ്റജിക്കും നോൺ സ്ട്രാറ്റജിക്കിൻ്റെ വ്യത്യാസം. അപ്പോൾ ഫസ്റ്റത്തത് എന്താ? അച്ചീവിങ് ബിസിനസ് ഗോൾസ്. പിന്നെ ഗെയിനിങ് എ കോമ്പറ്റേറ്റീവ് എഡ്ജ്, ഇൻക്രീസ്ഡ് എംപ്ലോയി ആൻഡ് പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, ബെറ്റർ അഡാപ്റ്റബിലിറ്റി ടു ചേഞ്ച്. ഇതുകൊണ്ട് തന്നെ സാറുടെ കോഫി ഷോപ്പാണ് സക്സസ് ആയിട്ട് പോവുക.
ഈ ബെറ്റർ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സാറുടെ അടുത്ത് വേറൊരു കോമ്പറ്റീഷന് വേണ്ടി ഒരു കോഫി ഷോപ്പ് തുറന്നു കഴിഞ്ഞാൽ തന്നെ സാർക്കത് പ്രശ്നമില്ല. സാറ് ഉടനെ എന്ത് ചെയ്യും, പുതിയ എന്തെങ്കിലും ലോഞ്ച് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെക്നിക്കൊക്കെ സാറുടെ ഉണ്ടാവും. അതാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് അഡാപ്റ്റബിലിറ്റി. പിന്നെ അടുത്തതാണ് ഹയർ എംപ്ലോയി റിട്ടൻഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എംപ്ലോയീസ് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും, ജോലി ഇട്ടെറിഞ്ഞ് പോകൂല. ഇപ്പോൾ സാറുടേത് ജോലി ഇട്ടെറിഞ്ഞ് പോയിട്ടില്ല, പക്ഷേ മേരിടേതാണെങ്കിലോ ഇട്ടെറിഞ്ഞിട്ട് ഇങ്ങനെ പോകും. അതേപോലെ തന്നെ സാറ്റിസ്ഫാക്ഷനും, അവർക്ക് നല്ല തൃപ്തിയായിരിക്കും. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഫൈൻ പേഴ്സണൽ മാനേജ്മെൻറ്റ്. ഇത് ഡിഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേര് എഴുതിയിട്ടുള്ള അക്കോർഡിംഗ് ടു ഉള്ള ഡെഫിനിഷനാണ് കൊടുക്കേണ്ടത്. ഇവിടെ എഡ്വിൻ വി ഫ്ലിപ്പോൻ്റെ പ്രകാരം പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്, പ്രൊക്യൂർമെൻറ്റ്, ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ, ഇൻറ്റഗ്രേഷൻ, മെയിൻ്റനൻസ്, സെപ്പറേഷൻ എല്ലാം വരുന്നുണ്ട്. അതായത് ഒരു എംപ്ലോയീനെ എടുത്തിട്ട് അയാളുടെ ജേണി, ആ കമ്പനിയിൽ അയാളുടെ മൊത്തത്തിലുള്ള ജേണി വന്നത് മുതൽ അയാൾ പോകുന്നത് വരെയുള്ള ജേണി എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ മാനേജ് ചെയ്യുന്നത് സ്റ്റെപ്സിനെയാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് മെയിൻ ഗോൾ എന്ന് പറയുന്നതാണ് ഈ എംപ്ലോയിക്കും അദ്ദേഹത്തിൻ്റെ എന്ത് വേണം, അദ്ദേഹത്തിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനുണ്ട്. പേഴ്സണൽ ഗോൾസ് അച്ചീവ് ചെയ്യാനുണ്ടാവുമല്ലോ, അതായത് ശമ്പളം, സാലറി, അദ്ദേഹത്തിന് ഓരോ ഗോൾസും കാര്യങ്ങളും. അതേപോലെ തന്നെ കമ്പനിക്കും കമ്പനിയുടേതായ ഗോൾസ് ഉണ്ടാവും. ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ തന്നെ കാണാതെ പഠിക്കണം. കാരണം ഡിഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സൺ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ഡെഫിനിഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ കാണാണ്ട് പഠിക്കണം. ഇനി വാട്ട് ഈസ് ജോബ് റൊട്ടേഷൻ? ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, റൊട്ടേറ്റ് ചെയ്ത് വരിക. ജോബ് റൊട്ടേഷൻ ഈസ് വെൻ എൻ എംപ്ലോയി ഈസ് മൂവ്ഡ് ഫ്രം വൺ ജോബ് ഓർ ടാസ്ക് ടു അനദർ ഫോർ എ ടെമ്പററി ടൈം. ഇറ്റ്സ് ലൈക്ക് സ്വിച്ചിങ് റോൾസ് സോ ദ പേഴ്സൺ ക്യാൻ ലേൺ ഡിഫറെൻറ്റ് സ്കിൽസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി ഹോൾ കമ്പനി ബെറ്റർ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യും, 3 months ഇവിടെ വർക്ക് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പീരിയൻസസ് കൂടും. ഇനി വാട്ട് ഈസ് ജോബ് അനാലിസിസ്? ഇത് റിപ്പീറ്റേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ വരുന്നത്. ജോബ് അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് സ്റ്റഡിങ് എ സ്പെസിഫിക് ജോബ് കെയർഫുള്ളി ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഇൻവോൾവ്സ്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, സ്കിൽസ്, എബിലിറ്റീസ് ആൻഡ് വർക്ക് എൻവയൺമെൻറ്റ് റിക്വയർഡ് ഫോർ എ ജോബ്. ആ ജോബിന് ആവശ്യമുള്ള ആളെ കണ്ടുപിടിക്കുക എന്നുള്ളത്, അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറിനെ കണ്ടുപിടിക്കുമ്പോൾ പൈത്തൺ പ്രോഗ്രാമിങ്ങിന് അറിയുന്ന ഒരാളെ തന്നെ എന്ത് ചെയ്യും, അവിടെ കണ്ടുപിടിക്കും. ഇനി അടുത്തതാണ് വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി. വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർ, എംപ്ലോയീസിൻ്റെ ഇടയിലുള്ള അവരുടെ പ്രായം, അവരുടെ ജെൻഡർ, മതം, പശ്ചാത്തലം, അങ്ങനെ എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമാണല്ലേ, അത് സൂചിപ്പിക്കുന്നതിനാണ് പറയുന്നത് വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി. വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി മീൻസ് ദാറ്റ് ദ പീപ്പിൾ വർക്കിംഗ് ഇൻ എ കമ്പനി ആർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ മെനി വേസ്. ദിസ് ഇൻക്ലൂഡ്സ് ഡിഫറൻസസ് ഇൻ ദെയർ ഏജ്, ജെൻഡർ, റിലീജിയൻ, റേസ്, എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എബിലിറ്റീസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. എ ഡൈവേഴ്സ് ടീം ബ്രിങ്സ് മെനി ഡിഫറെൻറ്റ് ഐഡിയാസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ ഐഡിയകളും ഇത്തരം ആളുകൾ കൊണ്ടുവരും. ഇനി വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ഗെയിംസ്? മാനേജ്മെൻറ്റ് ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ബിസിനസ് സാഹചര്യങ്ങളുണ്ടല്ലോ അതിനെ അനുകരിക്കുന്ന തരത്തിലുള്ള കളികളോ അല്ലെങ്കിൽ എക്സസൈസുകളോ ചെയ്യുന്ന ഒരു രീതിയാണ് മാനേജ്മെൻറ്റ് ഗെയിംസ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് എത്ര സാധനങ്ങൾ വാങ്ങണം അല്ലെങ്കിൽ അതിന് എത്ര വില നമ്മൾ നിശ്ചയിക്കണം എന്നുള്ളതിന് എന്ത് ചെയ്യും, ഒരു ബോർഡ് ഗെയിം വെച്ച് കളിക്കും. അങ്ങനെ ചെയ്യുന്നതിനൊക്കെയാണ് മാനേജ്മെൻറ്റ് ഗെയിംസ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഗെയിംസ് ആർ സ്പെഷ്യൽ ലേണിംഗ് എക്സസൈസസ് യൂസ്ഡ് ഫോർ ട്രെയിനിങ് മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ്. ദേ സിമുലേറ്റ് എ റിയൽ ലൈഫ് ബിസിനസ് സിറ്റുവേഷൻ ഓർ പ്രോബ്ലം and participants have to make decisions to solve the problem. They learn how their choices affect the outcome in a risk-free environment. ഇനി അടുത്തതാണ് വാട്ട് ഈസ് റോൾ പ്ലേയിങ്. റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിശീലനം, ട്രെയിനിങ് ആവശ്യമുള്ള ഒരു പ്രത്യേക എന്ത് ചെയ്യും, വേഷങ്ങൾ അഭിനയിക്കുന്ന ഒരു രീതിയാണ് റോൾ പ്ലേയിങ്. ഇതുവഴി എന്ത് സംഭവിക്കും, ചർച്ച ചെയ്യാനുള്ള കഴിവുകൾ, അതേപോലെ തന്നെ പ്രോബ്ലംസ് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കഴിവുകൾ, ഇതെല്ലാം അവർക്ക് ട്രെയിനിങ്ങിൽ കൂടെ കിട്ടും. Role playing is a training technique where participants act out a specific job related situation or interaction. One person plays the role of a manager, another a customer, etc. It helps people practice their skills like communication and problem solving in a safe environment.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമർ സർവീസ് ട്രെയിനി എന്ത് ചെയ്യും, ഒരു ട്രെയിനറിനെ പ്രിറ്റൻഡ് ചെയ്തിട്ട് കോൾ ചെയ്യും. അതായത് അപ്പുറത്തൊരു ദേഷ്യപ്പെടുന്ന ഒരു കസ്റ്റമറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ആ ട്രെയിനി എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള റോൾ പ്ലേയിങ് ചെയ്തിട്ടാണ് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക. ഇനി വാട്ട് ഈസ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ്? സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സ്വന്തം പെരുമാറ്റം മറ്റുള്ളവരിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ്. Sensitivity training is a type of training aimed at improving a person's awareness of their own behavior and its impact on others. It helps managers understand their biases and improve interpersonal skills. ഇനി അടുത്തതാണ് വാട്ട് ഈസ് സ്ട്രാറ്റജിക് പ്ലാനിങ്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ദീർഘകാല തീരുമാനങ്ങൾ, അതായത് ലോങ് ടേം ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ഒരു പ്രൊസീജിയറിനെയാണ് പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ്. A long-term decision-making process used by an organization to define its vision, goals and the major steps or strategies needed to achieve them. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ലോങ് ടേം ഡിസിഷനാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ഒരു പ്ലാനിങ് മെത്തേഡാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഷൂ കമ്പനി തീരുമാനിക്കുകയാണ് ഒരു 5 വർഷത്തെ ഒരു ഗോള്. എന്താണ്? അവർ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫുട്വെയർ ഉണ്ടാക്കാം എന്നുള്ളത്. അതായത് റീസൈക്കിളബിൾ മെറ്റീരിയൽസ് കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഷൂ ആണ് സസ്റ്റൈനബിൾ ഫുട്വെയർ. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 ഇയർ ഗോൾ പ്ലാൻ അവർ ഉണ്ടാക്കുകയാണ്. അതിനാണ് പറയുക സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇനി അടുത്തതാണ് വാട്ട് ഈസ് എംപ്ലോയി റിട്ടൻഷൻ. എംപ്ലോയി റിട്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ നിന്ന് അവിടുന്ന് എംപ്ലോയീസ് വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി കമ്പനി എടുക്കുന്ന എല്ലാവിധ നടപടികളെയാണ് എന്തെന്ന് പറയുന്നത് എംപ്ലോയി റിട്ടൻഷൻ എന്ന് പറയുന്നത്. അതായത് ദ സ്ട്രാറ്റജിക് ആക്ഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ ടേക്സ് ടു കീപ്പ് ഇറ്റ്സ് എംപ്ലോയീസ് ഫ്രം ലീവിങ്, ഓഫൺ മെഷേർഡ് ബൈ ഹൗ ലോങ് എംപ്ലോയീസ് സ്റ്റേ വിത്ത് ദി കമ്പനി. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിന് നല്ല സാലറീസ് കൊടുക്കുക, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് കൊടുക്കുക, അതേപോലെ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എംപ്ലോയീസ് അവിടെ നിൽക്കും. അപ്പോൾ എംപ്ലോയീസ് റിട്ടൻഷൻ സംഭവിക്കും. എംപ്ലോയീസ് കമ്പനി വിട്ട് പോകില്ല. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് നീഡ്സ്, അതായത് ഇപ്പോൾ എടുക്കുന്ന ജോലിക്ക് പുരോഗതി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണ് ട്രെയിനിങ്. ഡെവലപ്മെൻറ്റോ ഫ്യൂച്ചർ ജോബ്സിന് വേണ്ടിയിട്ട് ഫ്യൂച്ചറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഡെവലപ്മെൻറ്റ്. ഇനി അതേപോലെ തന്നെ ട്രെയിനിങ്ങിൽ സ്പെസിഫിക് സ്കിൽസും നോളേജും ഇപ്പോൾ ഉള്ള നോളേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ട്രെയിനിങ് എടുക്കുന്നത്. ഡെവലപ്മെൻറ്റിലോ ടു ഇംപ്രൂവ് ഓവറോൾ പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, പൊട്ടൻഷ്യൽ ഫോർ ഫ്യൂച്ചർ റോൾസിന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്മെൻറ്റ് എടുക്കുന്നത്. ഈ ട്രെയിനിങ് ആണെങ്കിൽ ഷോർട്ട് ടേം ആണ്, ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ ലോങ് ടേം ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എ വെയിറ്റർ ലേണിംഗ് ഹൗ ടു യൂസ് എ ന്യൂ ഇലക്ട്രോണിക് ബില്ലിംഗ് സിസ്റ്റം. In development, a manager attending a course on leadership skills to prepare for a senior VP position. അപ്പോൾ ഇതൊക്കെയാണ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓഫ് HRM. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ഹെൽപ്ഫുള്ളായോ അല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പാർട്ട് വേണോ വേണ്ടയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്കും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും എക്സാം വിജയിക്കട്ടെ. അപ്പോൾ ഗുഡ് ലക്ക്.